നമ്മളിത് അക്കിളിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് 2.5 വർഷത്തിന് ശേഷമാണ്. ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഗൈസ്. എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഗൈസ് എല്ലാവരും ഛർദിച്ച് ഓരോ വഴിയായിരിക്കാണ് ഗൈസ്. ഞങ്ങൾ 2-3 പേര് മാത്രമേ ഛർദിക്കാത്തതുള്ളൂ. എല്ലാവരും നല്ല ഛർദിയാണ് ഗൈസ്. അക്കിളിന്റെ ഏറ്റവും ചങ്കാണ് ഗൈസ് അവിനാഷ് ബ്രോ. അച്ഛമോള് നോക്കാണ്ടിരിക്കാണ് ഗൈസ്. ആരെങ്കിലും ഛർദിച്ചു കഴിഞ്ഞാൽ അപ്പ ഛർദിക്കാൻ വരും. അവൾക്ക് ബബ്ലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ നീണ്ട നേരത്തെ ഛർദിലിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോന്നു ഗൈസ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യിൽ അധികം സമയം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. എൻ്റെ ഉമ്മച്ചിക്കാണെന്നുണ്ടെങ്കിലും കുഞ്ഞൂനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഛർദിലാണ് അവരെ കൊണ്ട്. അപ്പം ഞങ്ങൾ എവിടെ പോവുന്നുണ്ടെന്നുണ്ടെങ്കിലും പരമാവധി ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്. വണ്ടി അവർക്ക് തീരെ പറ്റില്ല. ഇപ്പോൾ വരണ വഴിക്ക് തന്നെ നമ്മൾ ഛർദിച്ചൊക്കെ നിർത്തി ഒരുപാട് ടൈം നമ്മൾക്ക് അവിടെ പോയായിരുന്നേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എയർപോർട്ട് റോട്ടിലേക്ക് കയറി എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മളെല്ലാപ്പോഴും നമ്മൾ വീഡിയോ കോൾ ചെയ്യുമെങ്കിലും നേരിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ആ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും അവൻ്റെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഗൈസ് ഇന്ന്. 2.5 വർഷത്തിന് ശേഷമാണ് അവൻ ആദ്യമായിട്ട് ഫസ്റ്റ് തവണയാണ് അവൻ പോയത്. ആദ്യത്തെ ലീവിനാണ് അവൻ വരണത്. അവനിപ്പോൾ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഇത്രയും സമയമായെങ്കിലും നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് പാർക്കലിന് അവനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മൈസമോളുടെ പിബർട്ടിക്കും അവനുണ്ടായിരുന്നില്ല. വീട് പണി നടന്നുകൊണ്ടിരിക്കലെയാണ് അവൻ പോയത്. പിന്നെ അവരുടെ വീട് പണി ഏകദേശം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാം അവനിപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് കാണാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം സന്തോഷത്തിലാണ് അവനും ഞങ്ങളും. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റിൽ നമുക്കൊരു സന്തോഷമാണല്ലോ. 2.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ നേരിൽ കാണുന്ന ഒരു സന്തോഷം എന്താണല്ലേ. കുറച്ചധികം സമയം തന്നെ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് നമ്മളെന്താ ചെയ്തത്, ആച്ചുമോളെയും ഐസാപ്പിനെയും വിളിച്ചിട്ട് നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഉദ്ദേശം വേറെ ഒന്നല്ല, കുറച്ച് നല്ല ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഗാർഡൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിർത്തി പിള്ളേരുടെയും എൻ്റെയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് തകർത്തു ഗൈസ്. അപ്പം നമ്മൾക്ക് മനസ്സിലായി അവൻ്റെ ഫ്ലൈറ്റ് 6:15-നാണ് ലാൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മളാണെങ്കിലോ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ മെമിക്ക് ഒരു ചായയും ആച്ചുമോൾക്കും മൈസമോൾക്കും ഓരോ വെജ് സാൻഡ്വിച്ച് വീതം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന പയ്യനുമായിട്ടൊന്ന് ചെറിയ രീതിയിൽ കമ്പനിയായി. അപ്പോൾ
അപ്പോൾ ഏകദേശം നമ്മൾക്ക് സാൻഡ്വിച്ച് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നേ. അപ്പോഴത്തേക്കും 6:15 അവൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. കാണാൻ കണ്ണു കൊതിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഗൈസ്. അച്ഛാ ഹസ്ബൻഡ് എന്ത് ചെയ്യണം കയ്യിൽ എവിടെ അവൻ അന്ന് പോയ സമയത്ത് കരഞ്ഞു വിളിച്ച് എയർപോർട്ട് കുളം തോണ്ടിയ മനുഷ്യനാണ് ഗൈസ് ഈ നിൽക്കണത്. എന്ത് കരച്ചിലായിരുന്നെന്ന്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അക്കിളിനെയും കൊണ്ട് തിരികെ പോരുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. നമുക്ക് എങ്ങനെ വാക്കുകളിൽ പറയണമെന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തോട്ടൊക്കെ പോകുന്നായിരുന്നേ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ചിക്കൻ ഷവർമയും ലൈമും അടിച്ച് നേരെ ഇനി വീട്ടിലോട്ടൊക്കെ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ഓക്കെ ബൈ.